ഹായ് ഡിയേഴ്സ്, ഫെറി ഡിസൈൻസിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫുൾ സ്ലീവാണ് അതിൻ്റെ എൻഡിൽ വന്നിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. കട്ട് ബീഡ്സ് ഉണ്ട്, ഷുഗർ ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സീക്വൻസും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആങ്കർ ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയലിൻ്റെ ഒരു കളർ വരുന്ന ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഡിസൈനൊന്നുമല്ല, സിമ്പിളായിട്ട് ചുമ്മാ ഒന്ന് വരച്ചെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റൊക്കെ നോക്കി അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു പടം വരച്ചു എന്നിട്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു സ്റ്റെം ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ലീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വെച്ചാൽ കട്ട് ബീഡ്സാണ് എടുത്തിട്ട് 2 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കഴിഞ്ഞ് നല്ലത് ഷുഗർ ഇത് കട്ട് ബീഡ്സ് എടുക്കുമ്പോൾ അത്ര അങ്ങ് പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ആ ഒരു അത് മാത്രമേ എനിക്കൊരു ഇത് ചെയ്തതിലൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. ഇത് പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം പോലും തോന്നിയില്ല കേട്ടോ. അതായത് കംപ്ലീറ്റ് ചെയ്തു, വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്ലീവിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ പോലും ഒരു ഇത് തോന്നിയിരുന്നില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഗോൾഡനോ സിൽവർ കളറോ എന്തെങ്കിലും വെച്ച് മാത്രം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഈ ഒരു സെയിം വർക്ക്. പക്ഷേ കുറച്ച് എന്തെങ്കിലും കൂടെ വേറെ ഐറ്റംസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗി കൂടുതലായിരിക്കും കേട്ടോ. ഒരു ഷുഗർ ബീഡ്സ് തന്നെ വെച്ച് ചെയ്യുന്നതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ഭംഗി കൂടുതൽ കിട്ടും. അതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് മാച്ച് ചെയ്ത് നോക്കി, ഈ കളറിന് ചേരുന്നത് വേണമല്ലോ എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് എടുത്താണ് കേട്ടോ ഈ ബീഡ്സും സീക്വൻസും ഒക്കെ. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ ചുരിദാറിൻ്റെ നെക്കിലും ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സെയിം ഡിസൈൻ അല്ല, പക്ഷെ ഇതുപോലെ ബീഡ്സും ഈ ഒരു വർക്ക് ഈ ഒരു ഇതൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഡിസൈൻ അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കി ഇട്ടേക്കാം കേട്ടോ. അപ്പം ഞാൻ ആ റൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ്. പിന്നെ ലീഫ് വന്നിട്ട് ഗോൾഡൻ കളറിലെ 2 ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരി നീഡിലേൽ അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആരി നീഡിൽ വെച്ചിട്ട് ചെയ്ത് നോക്കുക പ്രയാസമാണ്. അത് കുറച്ച് പ്രാക്ടീസ് വേണം, കുറച്ച് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമുക്ക് അതിൽ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പം ഇതാവുമ്പോൾ ഇത് ഈ ഒരു നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എനിക്കും കൂടുതൽ ഇഷ്ടം ഇത് ചെയ്യാനാണ്. കാരണം പണ്ട് തൊട്ട് ഞാൻ പഠിക്കുന്നതിന് മുന്നേ തൊട്ട് ഞാൻ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്ന കാരണം എനിക്ക് ആരി നീഡിലെ കഴിഞ്ഞും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആരി നീഡിലിൽ ഞാൻ അങ്ങനെ അത്രയും വർക്കുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഒത്തിരി സമയമെടുത്ത് പയ്യെ ചെയ്യേണ്ട വർക്കൊക്കെ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സീക്വൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ വേറെ മോഡലുകളിൽ അതിൻ്റെ അകത്ത് ബീഡ്സ് വരുന്നതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ സീക്വൻസ് ഇതിൽ വെച്ചേക്കുന്ന ഒരു 4 സീക്വൻസ് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ചുമ്മാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നുള്ളൂ. ഒരു ഡിസൈനോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്, സിമ്പിളായിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു രീതിയിൽ അങ്ങനെ അങ്ങ് ചെയ്താണ്. പിന്നെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ലോങ് ഫ്രഞ്ച് ഡോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും ഈസിയാണ്, അതും എല്ലാവർക്കും അറിയാവുന്നൊരിതാണ്. അപ്പോൾ ത്രെഡിൻ്റെ ഞാൻ വീഡിയോ എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അത് ചെയ്യുന്നത് ഇതിനകത്ത് എൻ്റെ ഫോണിൽ ഇല്ലായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ത്രെഡ് വർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആങ്കർ ത്രെഡ് വെച്ചിട്ട് ലോങ് ഫ്രഞ്ച് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെറിയ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സിൽവർ കളറിലെ സീക്വൻസ് നമ്മൾ ലോങ് ഫ്രഞ്ച് ഡോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരു ഷുഗർ ബീഡ്സ് സിൽവർ കളറിലും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ ഡിസൈന്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എന്നെ അറിയാവുന്നവരാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്, ഇത് സ്റ്റിച്ചിങ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഇതിനോടൊരു ഇഷ്ടം വേണം, ഒരു പാഷൻ ഉണ്ടായാൽ മതി. നമുക്ക് ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസും വേണ്ട, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് 2 സ്ലീവിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ സ്ലീവിൽ എൻ്റെ എൻഡിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സെയിം ബീഡ്സും ഇതൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലിൽ അതിന് മാച്ചാകുന്ന രീതിയിലുള്ള ബീഡ്സും സീക്വൻസും ഒക്കെ വെച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്കിൽ ഡിസൈൻ ചെയ്യുന്നത് വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.